നമസ്കാരം. ശബരിമലയിൽ വീണ്ടും ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇത്തവണ 2-3 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ ശാന്തി ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് സഹായികളെ നിയമിക്കാനുള്ള കാര്യത്തിൽ ഒരു വ്യവസ്ഥ പ്രത്യേകമായി ഹൈക്കോടതി ഇടപെടലിലൂടെ സാധ്യമായിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും വേണ്ട കാര്യം തന്നെയാണ്. ഇത്ര എണ്ണം സഹായികളെ നിയമിക്കാം, അവർക്ക് ക്ലിയറൻസ് റിപ്പോർട്ടുകൾ ഉണ്ടാകണം. ക്രിമിനൽ കേസുകളിൽ വരെ പ്രതിയായ ആളുകൾ ശാന്തിക്കാരുടെ മേൽശാന്തിയുടേതടക്കം സഹായത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് എന്നുള്ളതാണ് സൂചനകൾ. അതിന് ഒരു വ്യക്തത വരുത്തുന്ന ചില കാര്യങ്ങളാണ് ഹൈക്കോടതി സൂചിപ്പിച്ചത്. അത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം മുതൽ തന്നെ ഈ ശബരിമലയിലെ ഇടപെടൽ ഇത്തരത്തിൽ ഇടനിലക്കാരും അതുപോലെയുള്ള ആളുകളും അനധികൃതമായി കടന്നു വരുന്നതും ആധിപത്യം സ്ഥാപിക്കുന്നതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകൾ കടന്നു വരുന്നത് ശക്തമായി തന്നെ നിയന്ത്രിക്കണം, തടയണം എന്ന ആവശ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഒരു ബാക്കി കൂടിയായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഈ വിജിലൻസ് റിപ്പോർട്ടുകൾ. ശബരിമലയിലും മറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലും ഉണ്ടായ ക്രമക്കേടുകൾ സംബന്ധിച്ച വിജിലൻസ് അന്വേഷണങ്ങൾ നടന്നു. ഈ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ തന്നെ മുക്കി അല്ലെങ്കിൽ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ശിക്ഷാ നടപടികളോ മറ്റ് നിയമ നടപടികളോ ഈ ഒരു വിഷയങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ബോധ്യം ഹൈക്കോടതിക്ക് വന്നതിനെ തുടർന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ജസ്റ്റിസ് വി രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചാണ് ഇടപെടൽ നടത്തിയത്. വിജിലൻസ് ശുപാർശകളിൽ ബോർഡ് എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യം കൃത്യമായി ഹൈക്കോടതിയെ ഉടൻ അറിയിക്കണം, 3 മാസത്തിനകം അറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ സേവനം ഇതിനായി ഉപയോഗപ്പെടുത്തണം. വിജിലൻസ് റിപ്പോർട്ടുകൾ 1 വർഷം 4 തവണ, അതായത് വിജിലൻസ് SP ക്ഷേത്രങ്ങളിൽ 4 പ്രാവശ്യം ഓരോ പാദവും അവസാനിപ്പിച്ച് 7-ാം ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അന്വേഷിച്ച് ക്രമക്കേട് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ റിപ്പോർട്ട് കൈമാറണം എന്നാണ് വ്യവസ്ഥ. അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ, അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരിക്കൽ അടക്കമുള്ള കാര്യങ്ങളും പരാതികളും ഒക്കെ പരിശോധിക്കണം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ നടപടിയില്ലാതെ പോയ ചില വിജിലൻസ് റിപ്പോർട്ടുകളുടെ അതിൻ്റെ കാര്യവും ഹൈക്കോടതി സൂചിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊടിമരത്തിൽ പെയിന്റ് അടിച്ച സംഭവം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മുരാരി ബാബുവിനെതിരെ നടപടി ശുപാർശ ചെയ്തത്, നിലയ്ക്കലിലെ അന്നദാന ക്രമക്കേട്, ശബരിമല അഷ്ടാഭിഷേക വഴിപാടിലെ ക്രമക്കേട്, ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ സ്വർണം മങ്ങിയ സംഭവം, വർക്കല ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ സ്വർണ്ണ ആലിലകൾ കാണാതായ സംഭവം, ഇതിലെ വിജിലൻസ് റിപ്പോർട്ട് തന്നെ കാണാതായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ തന്നെ പുനഃപരിശോധിച്ച് അടിയന്തരമായി നടപടിയെടുക്കണം എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരിക്കും ഹൈക്കോടതി എന്ന ആ ഒരു നീതിപീഠമില്ലായിരുന്നുവെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലായിരിക്കും അന്വേഷണം നടക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവരെ വിരട്ടി, അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നു. എല്ലാവരും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നു, എന്നിട്ട് വീതം വയ്ക്കുന്നു. ഇതുതന്നെയാണ് ക്ഷേത്ര ഭൂമിയും ക്ഷേത്ര സ്വത്തുക്കളും ക്ഷേത്രത്തിലെ വസ്തുവകകളും എല്ലാം തന്നെ ഇത്തരത്തിൽ അടിച്ചു മാറ്റപ്പെടുകയാണ്, തട്ടിക്കൊണ്ടുപോകപ്പെടുകയാണ്. ഹൈക്കോടതി ഇടപെട്ടത് വളരെ സന്തോഷകരമായ കാര്യം. കേരളത്തിലെ വിശ്വാസികൾക്ക്, ഭക്തജനങ്ങൾക്ക് ആചാരങ്ങളും ആചാരരീതികളും പിന്തുടരുന്നവർക്ക്, അതിനെ പിന്തുണയ്ക്കുന്നവർക്ക് വലിയ ഒരു ആശ്വാസമാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഇടപെടൽ. വിജിലൻസ് അന്വേഷണമൊക്കെ പേരിന് നടത്തിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് എവിടെ എന്നുള്ള കാര്യം പോലും ആരും അന്വേഷിക്കില്ല. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടുകളുടെ കറണ്ട് സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഭാവിയിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്ത് നടപടിയാണ് ശുപാർശ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ രേഖാമൂലം അറിയിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. ഇതിനകത്ത് ഇനി എന്തെങ്കിലും ന്യായവാദങ്ങളുമൊക്കെ നിരത്തിക്കൊണ്ട് ദേവസ്വം ബോർഡും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ എത്തിയേക്കാം. എന്നാലും ഹൈക്കോടതിയുടെ വ്യക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്.